നമ്മൾ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷൻ ഓഫ് മോഷനും അതിന്റെ സൊല്യൂഷനും കണ്ടു. ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നമുക്ക് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അതുപോലെ ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. അതിന്റെ ഡെഫിനേഷൻ എന്താണ്, അതെന്താണെന്നുള്ളതും കൂടെ കാണാം. We have seen that for a damped harmonic oscillator, the amplitude of oscillation decreases with time. ഇത് നമ്മൾ കണ്ടാണ്. ഉദാഹരണത്തിന് ലൈറ്റ്ലി ഡാംപ്ഡ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിന് ഒരു ഓസിലേറ്റർ ബിഹേവിയർ ഉണ്ട്, ബട്ട് ദ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് വിത്ത് ടൈം. നമ്മൾ കണ്ടതാണ്. Okay, it still retains some oscillatory behavior if it's a lightly damped system, but the amplitude decreases. ഈ ആംപ്ലിറ്റ്യൂഡ് എന്തുകൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിന്റെ സിസ്റ്റത്തിന്റെ എനർജി കൺസിഡർ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. So we'll look at the variation of the total energy of the system, or the total energy of the damped harmonic oscillator with time. Okay, so we start with this expression E of t, the energy at time t is equal to E of 0 plus W of friction. The energy at time 0 plus the work done by the force of friction. Okay, right. ഇത് വർക്ക് എനർജി തിയറത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വർക്ക് എനർജി തിയറം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. Change in kinetic energy, half mvb square minus half mva square, right? അതായത് b എന്നുള്ള പോയിന്റിലുള്ള kinetic energy, b or the kinetic energy at the time t. We can think, you can say that this is the kinetic energy when it is at the point b, which is the final position, or you can say this is the kinetic energy at time t when it is at the final position. All right, so let's write it like this for a moment. Half mvb square minus half mva square, the change in kinetic energy, is equal to the total work done on the system. Okay, so integral a to b f dx, അതായത് a എന്നുള്ള പോയിന്റിൽ നിന്ന് b എന്നുള്ള പോയിന്റിലേക്ക് പോകുന്നതിനിടയിൽ ആ സിസ്റ്റത്തിന്റെ മുകളിൽ എത്ര വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, that will give you the change in kinetic energy. So if you are doing some work on the system, the kinetic energy will increase. So work done, or if you extract some work from the system, for instance, right, then the kinetic energy will decrease. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇന്റഗ്രൽ എഫ് ഡി എക്സ് എന്നുള്ളത് നമുക്ക് രണ്ടായിട്ട് തിരിച്ചു എഴുതാം, കാരണം ഇവിടെ രണ്ട് ഫോഴ്സസ് ഉണ്ട്. എഫ് ഈസ് ഈക്വൽ ടു എഫ് സ്പ്രിംഗ് പ്ലസ് എഫ് ഫ്രിക്ഷൻ, ഇങ്ങനെ രണ്ട് ഫോഴ്സസ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇന്റഗ്രൽ എ ടു ബി എഫ് സ്പ്രിംഗ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഫ്രിക്ഷൻ ഡി എക്സ്. ഓക്കെ, alright, now we can look at this f spring. F spring എന്ന് പറയുന്നതാണ്, it has the form f spring is equal to minus kx. It is നമ്മൾ കണ്ടിട്ടുള്ളതാണ്. This is a force which is called a conservative force. So this is a conservative force and you can derive it from a potential energy function. നമുക്ക് ഇങ്ങനെ എഴുതാം, f spring can be written as minus d by dx of half kx square. അല്ലെങ്കിൽ we can write as minus du by dx, minus du by dx. Okay, ഈ ഹാഫ് കെ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ യു എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്ന ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ ആണ്. അത് കൺസർവേറ്റീവ് ഫോഴ്സസിനെ നമുക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ആയിട്ട് എഴുതാൻ കഴിയും. മറ്റേത് നോക്കിയാൽ മനസ്സിലാവും, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് മൈനസ് കെ എക്സ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഇവിടെ എഫ് സ്പ്രിംഗ് ഡി എക്സ് എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം, മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്ന് എഴുതാം. മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ മൈനസ് സൈൻ പുറത്തെടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ മാറ്റി എഴുതാം. എഫ് സ്പ്രിംഗ് എന്നുള്ളതിന് എങ്ങനെ എഴുതാം, മൈനസ് ഡി യു ബൈ ഡി എക്സ്. മൈനസ് ഞാൻ പുറത്ത് എഴുതി, ബാക്കി ഇവിടെ ഉള്ളത് ഡി യു ബൈ ഡി എക്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇന്റഗ്രൽ നോക്കുകയാണെങ്കിൽ, റൈറ്റ് ഹാൻഡ് സൈഡിലെ ആദ്യത്തെ ഇന്റഗ്രൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇന്റഗ്രൽ എ ടു ബി ഡി യു ബൈ ഡി എക്സ് ഡി എക്സ്, അല്ലെങ്കിൽ ദിസ് ഇസ് സിംപ്ലി ഇന്റഗ്രൽ ഡി യു ബൈ ഡി എക്സ് എന്നുള്ളതിന് ഡി യു എന്ന് പറയാം. ഇറ്റ്സ് ഇന്റഗ്രൽ ഡി യു. സോ ഇറ്റ്സ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ്. നമുക്കറിയാം ഇന്റഗ്രേഷനും ഡെറിവേഷനും അല്ലെ ഇന്റഗ്രേഷനും ഡെറിവേറ്റീവ് എടുക്കുന്നതും as per inverse operations ആണ്. So when you integrate du, you get u. Okay, അപ്പോൾ ഈ right hand side, let me write it here. So our expression for work energy theorem becomes half mvb square minus half mva square is equal to there's a minus there, ഇതിനെ integrate ചെയ്ത് നമുക്ക് u കിട്ടും. Right, then you have to apply the limits a to b plus integral a to b f friction dx. ഇതിനെ നമുക്ക് just we will call it as the work done by the force of friction. This term will simply call as the work done by the force of friction. Okay, ഇനി ഈ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ this we can write it as minus ub plus ua. Right, actually minus പുറത്തെടുത്ത് എഴുതുകയാണെങ്കിൽ minus, this is ub minus ua. Right, the potential energy at the point b minus the potential energy at the point a plus w friction. Right, ഇനി ഈ minus ub എന്നുള്ളതിനെ this ഈ മൈനസിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ this becomes minus ub plus ua.
right? Minus ub plus ui. ഇനി just ഒന്ന് rearrange ചെയ്താൽ മതി. I take this minus ub to this side. I bring the minus half mva square to the right side. Okay. So minus ub എന്നുള്ളതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ this is half mvb square. Alright. Plus ub. ഈ minus ub എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ it becomes plus ub. This is equal to half mva square minus half mva square എന്നുള്ളതിനെ right സൈഡിലേക്ക് ഉണ്ട്. So that becomes half mva square. There's a ua there and plus w friction. This is the final total energy, final mechanical energy of the system, the kinetic energy plus the potential energy. All right, this is the initial mechanical energy of the system, kinetic energy plus potential energy when it is at the point A. Okay, this is the kinetic energy plus potential energy when it's at a point B. Right, B എന്നുള്ള പോയിന്റിൽ അത് t എന്നുള്ള സമയത്താണ്, അതുപോലെ A എന്നുള്ള പോയിന്റിൽ 0 എന്നുള്ള സമയത്താണെങ്കിൽ this you can write as E of t. This you can write as E of t. This is the energy of the system at the time t. This is equal to, this is the initial energy, the energy of the system at the time 0 plus W friction, the work done by the friction. Okay, അതാണ് നമ്മൾ പറഞ്ഞത് work energy theorem നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ എഴുതാൻ കഴിയും. Okay, so from work energy theorem we have the expression E of t is equal to E of 0 plus W friction. Okay, ഇനി E of t എന്താണ് നമ്മൾ കണ്ടു, E of t is simply half mvb square plus ub square, the sum of the kinetic and potential energies at the point B. Right? Half mv square plus half kx square at time t. It's actually half mv of t whole square, mv of t square plus half kx of t square. Okay, at the time t. Okay, അതുകൊണ്ട് നമുക്ക് k of t plus u of t എന്ന് എഴുതാം. Alright, the kinetic energy at the time t plus the potential energy at the time u. Remember, the time t is the time when the system is at the point B. Alright, അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ എഴുതാം. അതുപോലെ W friction എന്ന് പറഞ്ഞാൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ it's the work done by friction from time 0 to time t. ഇനി ഈ friction, force of friction അല്ലെങ്കിൽ dissipative force, right? Friction force നമുക്ക് F equal to minus BV എന്ന് എഴുതാം. നമ്മൾ viscous force ആണ് എടുത്തത്. Okay, so we were considering a frictional force of the form F equal to minus BV. Right? So this force actually opposes the motion. Right? അതായത് velocity direction opposite ആണ് force in the direction. Right? So it opposes the motion. അപ്പോൾ F equal to minus BV എന്ന് നമുക്ക് എഴുതാം. Right? അപ്പോൾ W friction എന്നുള്ളതിനെ നമുക്ക് F equal to minus BV minus B multiplied by V എന്നുള്ള ഫോമിൽ എഴുതിയിട്ട് we can see what happens. Okay. Alright, അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. We write W friction is equal to integral x of 0 to x of t. ഞാൻ നേരത്തെ a to b എന്ന് പറഞ്ഞതിന് പകരം I am writing x of 0 to x of t, f dx. Right? ഇനി dx എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. We know that dx by dt is equal to v, or we can write v or dx is equal to v dt. Okay? അപ്പോൾ ഈ dx എന്നുള്ളതിനെ v dt എന്ന് മാറ്റി എഴുതാം. അതായത് ഇവിടെ വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷൻ x ആണ്, ഇവിടെ വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷൻ ടൈം ആകുകയാണ്. Okay, so the limits also will change. ഇവിടെ position, initial position to final position ആണെങ്കിൽ this integral will become from initial time to final time. Okay, so this is integral 0 to t f v dt. Alright, sorry, it is f v dt. Right, f v dt, dx എന്നുള്ളത് നമ്മൾ v dt ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ f equal to minus bv എന്നുള്ള ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ this becomes minus integral 0 to t bv square dt. Alright, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. This is integral 0 to t bv square dt. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ലിമിറ്റ് ഓഫ് ദി ഇന്റഗ്രേഷൻ രണ്ടും ഒന്നുകിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. There is no negative limit here. 0 to t ആണ്. Alright, ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ it will be something, if b is a constant, for example b constant ആണെങ്കിൽ b time dependent അല്ലെങ്കിൽ this will be v cube by 3. Right? എങ്ങനെയാണെങ്കിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ this integration is a positive. Right? When you integrate this and apply the limits, this integration will give you a positive value. Right? If the positive angle, this whole thing is negative. So you see that W friction is equal to, is a negative value. It has a negative value. It's less than 0. The work done by the force of friction is negative. The work done is negative. Alright. So what does this mean? This means that E of t actually decreases with time. കാരണം നമ്മുടെ എക്സ്പ്രഷൻ ഇതായിരുന്നു E of t is equal to E of 0 plus W friction. ഇപ്പോൾ നമ്മളിവിടെ കണ്ടത് W friction നമ്മുടെ കേസിൽ it is negative, which means that the energy actually decreases with time. Okay, so physically E of t decreases with time because the friction force continually dissipates energy. അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ കുറച്ച് എനർജി യൂസ് ചെയ്യേണ്ടി വരും. Right? That used energy is lost for the system.
right? It's lost for the system. So you see that the mechanical energy of the system will actually decrease. Right? So you see that the energy is actually decreasing in this case. ഇനി ഇവിടെ ഈ W friction പകരം ഒരു positive work done ആയിരുന്നെങ്കിൽ, which means that you are actually doing some positive work on the system, then you will see that the energy increases. That's a different case. Here we are talking about a case where the work done by the force of friction is actually negative. Okay, all right. So physically, U of t decreases with time because the friction force continually dissipates energy. Continually dissipates energy. The energy is being lost for the system. Right? But energy still conserved on the system plus surroundings in the energy that will be conserved. Right? Some energy will be lost as heat energy, and maybe some noise is created. Right? But when you take the total energy of the entire thing, the system plus the surroundings, everything, then the total energy is conserved. But if you are looking only at the harmonic oscillator, the damped harmonic oscillator, you will see that the energy is decreasing, right, uh, based on this reasoning. Okay. Now we can find how the energy depends on time. അതായത് E of t നമുക്ക് കണ്ടുപിടിക്കണം. We need E or the energy as a function of time. Right? Now we can see this by calculating the kinetic and potential energies K of t and U of t. Okay. അതായത് what's the kinetic energy at time t? ഇതിന് നമുക്ക് വേണ്ടത് half m v of t square. ഇതാണ് നമുക്ക് ആവശ്യം. Right? Half m, we need the velocity at the time t. Right? അതിന് നമ്മൾ ചെയ്യുന്നത്, we have already solved this problem. The solution is given like this. X of t, we know the time dependence of x. X of t is a e raised to minus gamma by 2t cos omega 1 t plus 5. ഇതാണ് x of t. Right? So in velocity, in a corresponding velocity കണ്ടുപിടിക്കാൻ, you just have to find x dot of t or dx by dt. അപ്പോൾ ഇതിന്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ടൈമിന്റെ ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ടൈമിന്റെ ഫംഗ്ഷൻ ഉണ്ട്. So you have to use the product rule. Right? So first, when you product rule ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം ഈ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, and then you'll keep the rest of it constant, plus you keep this term constant and find the derivative of the other term. Right? So that's how we use the product rule. So let's first find the derivative of this. A e raised to minus gamma by 2t എന്നുള്ളതിന്റെ derivative, right, എന്ന് പറയുന്നത് minus gamma by 2. So let me write it here. d by dt of e raised to gamma by 2 t എന്ന് പറയുന്നത് minus gamma by 2 e raised to minus gamma by 2 t എന്നുള്ളതാണ്. Okay. So this becomes, I'll take this minus here, minus a gamma by 2, right, and then you have got e raised to minus gamma by 2t, അതുപോലെ cos omega 1t plus 5 എന്നുള്ള ടേം അങ്ങനെ തന്നെ ഉണ്ട്. Right? Cos omega 1t plus 5 എന്നുള്ള ടേം അങ്ങനെ തന്നെ ഉണ്ട്. അടുത്തത്, okay, I'll keep this constant. Okay, I have a e raised to minus gamma by 2t, അത് അങ്ങനെ തന്നെ ഉണ്ട്. Right? ഇനി കൊസൈനിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ മൈനസ് സൈൻ ആണ്. Right? The derivative of cosine is minus sine. അപ്പോൾ അതുകൊണ്ട് ആ മൈനസ് സൈൻ നമുക്ക് ഇവിടെ എഴുതാം. ഇനി ഇവിടെ ടൈം ഡിപെൻഡൻസ് വരുന്നത് ഒമേഗ 1t എന്നുള്ള ഫോമിലാണ്. Right? So if you take the time derivative of this function, it is minus sine omega 1t plus 5 multiplied by omega 1. Right? അപ്പോൾ omega 1 ഇവിടെ ഉണ്ട്, omega 1 ഇവിടെ എഴുതാം, ബാക്കിയുള്ളത് ഇവിടെ എഴുതാം, minus omega 1 a e raised to minus gamma by 2t, and you have got sine omega 1t plus 5. Right? വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇതിന്റെ ടൈം ഡെറിവേറ്റീവ് എടുത്തു. Time derivative is of this form, or the velocity at time t is of this form. Right? ഇവിടെ രണ്ട് ഭാഗത്ത് നമ്മൾ minus a gamma by 2 e raised to minus gamma by 2t എന്നുള്ള ടേം പുറത്തെടുക്കാം. Right? കാരണം രണ്ട് സ്ഥലത്തുണ്ട്. a e raised to minus gamma by 2 t എന്നുള്ള ടേം രണ്ട് സൈഡിലുണ്ട്, അല്ലെങ്കിൽ രണ്ട് ടേമിലുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു, മൈനസും പുറത്തെടുത്തുകൊണ്ട് ബാക്കിയുള്ള ടേംസ് നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യം ഇത് എഴുതാം. This is omega 1 sin omega 1 t plus 5. Okay, omega 1 sin omega 1 t plus 5 plus gamma by 2 cos omega 1 t plus 5. I've just taken this term outside. ഇനി വേണമെങ്കിൽ we can also pull this omega 1 outside. That's for convenience. So this omega 1 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി omega 1 ഉണ്ട്, so that will disappear. This becomes sin omega 1 t plus 5. ഇവിടെ omega 1 ഇല്ല, so you have to divide this term by omega 1, and you get half gamma by omega 1 cos omega 1 t plus 5. Okay, what is this? This is velocity at the time t. Okay. So this is v of t. V of t expression ഇവിടെ എഴുതിയിട്ടുണ്ട്. It's minus a e raised to minus gamma by 2t sin omega 1 t plus 5 plus half, ഇവിടെ ഒരു gamma by omega 1 ഉണ്ട്. Alright, നമ്മൾ നേരത്തെ ഉള്ള രണ്ട് ക്ലാസ്സുകളിൽ കണ്ടിരുന്നു, ഈ gamma divided by omega 1 എന്നുള്ള ഫാക്ടറാണ് ഡാമ്പിംഗ് എങ്ങനെയുള്ളതാണെന്ന് തീരുമാനിക്കുന്നത്. Okay, if gamma divided by omega 1 is much less than 1, we say that it's only lightly damped.
Okay, if gamma divided by omega 1 is much less than 1, we say that it is only lightly damped. ഈ കേസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. Okay, so ഈ കേസിലാണെങ്കിൽ this entire second term will be small. Alright, അതായത് ഗാമ എന്നുള്ള ഫാക്ടറാണ് എത്രത്തോളം ഡാമ്പിംഗ് ഉണ്ടെന്ന് തീരുമാനിക്കുന്നത്. ഒമേഗ 1 എന്നുള്ള ഫാക്ടറാണ് എത്രത്തോളം ഓസിലേറ്ററി ബിഹേവിയർ ഉണ്ടെന്ന് തീരുമാനിക്കുന്നത്. Okay, അപ്പോൾ ഗാമ ഡിവൈഡ് ബൈ ഒമേഗ 1 മച്ച് ലെസ് ദാൻ 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം the damping is actually light. Right? Damping is actually light. Alright. So the second term is small for in the case of light damping. Now let us assume that the damping is so small that we can neglect the second term entirely. Gamma by omega 1, let's assume that it's very small so that we can entirely neglect this term. ഈ term complete ആയിട്ട് നമുക്ക് neglect ചെയ്യാം. അങ്ങനെയാണെങ്കിൽ v of t എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. It is minus, sorry ഇവിടെ omega 1 മിസ് ചെയ്തിട്ടുണ്ട്. Right? v of t ഇവിടെ omega 1 മിസ് ചെയ്തിട്ടുണ്ട്. Okay, sorry about that. Okay, so v is equal to minus omega 1 a e raised to minus gamma by 2t sin omega 1 t plus 5. ഇവിടെ ചെയ്തിട്ടുള്ളൂ the second term is removed. Okay, assuming that the damping is so light that gamma by omega 1 or this entire term can be neglected. Okay, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? kinetic energy k of t. The kinetic energy at that time is half mv square, that's equal to ഇതിന്റെ സ്ക്വയർ ചെയ്താൽ മതി, half m omega 1 square a square e raised to minus gamma t. അതായത് ഈ ടേമിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന e raised to minus gamma t എന്നുള്ളതാണ്. Okay, and then sin square omega 1 t plus 5. This is the kinetic energy at the time t. Okay, in the same way we can calculate the potential energy at the time t. And the form half kx square ആണ്. You just have to take the position at the time t. Right? Position at the time t നമുക്ക് already അറിയാം because we have solved the problem. We know x of t. ഇതാണ് പ്രോബ്ലം damped harmonic oscillatorന്റെ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ എഴുതിയത്. Okay, so this can be written as half k x square എന്നുള്ളതിനൊരു നമുക്ക് ഉപയോഗിക്കാം x at the time t. So that's k a square e raised to minus gamma t cos square omega 1 t plus 5. Right? നമുക്ക് ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. E of t is k of t plus E of t. That's the total energy, kinetic energy plus potential energy. അപ്പോൾ ഇത് കണ്ട് നമ്മൾ ആഡ് ചെയ്യണം. kinetic energy ടേം ഇതായിരുന്നു, നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടുപിടിച്ചിരുന്നു. So I have written it here. This is the kinetic energy. Okay. So k of t plus U of t നമ്മൾ എടുക്കുന്ന സമയത്ത് you see that this half a square e raised to minus gamma t, half a square e raised to minus gamma t രണ്ട് ടേമിലും കോമൺ ആണ്, അത് പുറത്തെടുത്തു. ബാക്കിയുള്ളത് ഇവിടുന്ന് m omega 1 square sin square omega 1 t plus 5, that comes from k of t, അതാണ് ഈ ടേം. അതുപോലെ u of t ൽ നിന്ന് വരുന്ന ടേം ആണ് ഈ a square e raised to minus gamma t, half a square e raised to minus gamma t പുറത്തെടുത്ത ബാക്കിയുള്ളത് k cos square omega 1 t plus 5. So this is the expression for the total energy at the time t. Okay. Now we make another approximation. Since the damping is assumed to be small, okay, damping വളരെ ചെറുതാണെങ്കിൽ, we can simplify the term in the brackets by replacing omega 1 square by omega 0 square. Omega 1 square എന്നുള്ള ടേമിനും omega 0 square എന്ന് എഴുതാം. Okay, we'll also use the relation omega 0 square is equal to k by m. ഇതായിരുന്നു എൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ. Omega 0 square is equal to k divided by m. Okay. Now ഈ അപ്രോക്സിമേഷൻ എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞു ഗാമ ബൈ ഒമേഗ 1 is much less than 1. Alright. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. ഒമേഗ 0 square is equal to omega 1 square plus gamma square by 4. Okay. This is how we defined omega 1 square. ഇങ്ങനെയാണ് omega 1 square നമ്മൾ ഡിഫൈൻ ചെയ്തത്. Alright. You can look back at the previous class. This is how we define our omega 1. This is how we define omega 1. Right, in terms of omega 0 and gamma. Okay, അപ്പോൾ ഇവിടെ നമ്മൾ omega 1 പുറത്തെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ omega 1 square പുറത്തെടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ടേം 1 ആണ്, രണ്ടാമത്തേത് 1 by 4 gamma divided by omega 1 whole square. Okay, നമ്മൾ പറഞ്ഞു gamma divided by omega 1 വളരെ ചെറുതാണെങ്കിൽ gamma divided by omega 1 whole square is even smaller. Okay, അതായത് ഉദാഹരണത്തിന് x equal to 0.1 ആണെങ്കിൽ x square is 0.01. Okay, so it becomes even smaller. Right? So even when we say that gamma by omega 1 is very small, then gamma by omega 1 whole square is definitely even smaller. So we can neglect this term safely in our approximation, and we can write omega 0 square is almost equal to omega 1 square. Okay, this is an approximation again, but it works for very lightly damped motion. Okay, അതായത് അതിന്റെ frequency of oscillation കാര്യമായിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. ഈ കേസ് നമ്മൾ കണ്ടതാണ്. ലൈറ്റ്ലി ഡാംപ്ഡ് ആണെങ്കിൽ you see that the frequency of oscillation does not change that much. Okay, it seems to maintain almost the same frequency as the initial or the
almost the same frequency as the frequency of the simple harmonic motion. നമ്മൾ എനിക്കൊന്ന് കഴിഞ്ഞ മുൻപത്തെ ക്ലാസ്സിൽ കണ്ട കാര്യമാണ്. So we can make this approximation. Omega 0 square equal to omega 1 square, or omega 1 square is equal to omega 0 square, and omega 0 square എന്തായിരുന്നു? That was k divided by m. Okay. Alright, അപ്പോൾ ഈ ഒരു അപ്രോക്സിമേഷൻ നമുക്ക് ഇ ഓഫ് ടിയുടെ എക്സ്പ്രഷനിൽ ഇട്ട് നോക്കാം. ഇ ഓഫ് ടി നമ്മൾ ഇങ്ങനെയാണ് എഴുതിയത്, ഹാഫ് എ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് ഗാമ ടി മൾട്ടിപ്ലൈഡ് ബൈ കെ കോസ് സ്ക്വയർ ഒമേഗ 1 ടി പ്ലസ് 5 പ്ലസ് എം ഒമേഗ 1 സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ 1 ടി പ്ലസ് 5. This was the expression for E of t. In omega 1 square, we can write as omega 0 square. We said that we can write omega 1 square as omega 0 square. Okay. Or omega 0 square is k divided by m. So, omega 1 square and this approximation k divided by m substitute here. So this m will cancel with this m and you get an expression like this. Half a square e raised to minus gamma t. Okay. K cos square omega 1 t plus 5. And plus k sine square omega 1 t plus 5. So if you apply this approximation, the second term becomes k sine square omega 1 t plus 5. ഈ k എന്നുള്ള കോമൺ ആയിട്ട് വീണ്ടും പുറത്തെടുക്കാം. ബാക്കിയുള്ളത് cos square theta plus sin square theta എന്നുള്ള ഫോമിലാണ്, which is equal to 1. So the answer is E of t in this approximation is half k a square e raised to minus gamma t. Okay. In what's the energy at time 0? You can just put t equal to 0 and you'll get half k a square. That's the energy at time 0. So at t equal to 0, the energy of the system will denote it as E0. E0 is equal to half k a square. That is the term the initial energy. This is the initial energy. So I can write this E of t as E0 e raised to minus gamma t. Okay, E of t is equal to E0 e raised to minus gamma t. But you see that E of t actually decreases exponentially. You start with the value E0, you see that it decreases exponentially. എത്രത്തോളം വേഗത്തിൽ ഡിക്രീസ് ചെയ്യുന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ഗാമ എന്നുള്ള ഫാക്ടറാണ്. Okay. Now this result says that the energy decreases exponentially in time. അതായത് നമ്മുടെ റിസൾട്ട് ഇതായിരുന്നു, E of t is equal to E0 e raised to minus gamma t. The energy actually decreases exponentially in time. Okay. നമ്മൾ എക്സ്പൊണൻഷ്യൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. E0 e raised to minus gamma t എന്നുള്ളത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലാണ്. It's an exponential decrease. So e raised to minus x, the plot of e raised to minus x versus x is like this. Okay, it's exponentially decreasing. Right? ഇങ്ങനെയാണ് e raised to minus x in the plot. You might already be familiar with this. Okay. Alright. Now the decay can be characterized by the time tau. Okay, tau എന്നുള്ള ടൈമിന്റെ ഡെഫിനേഷൻ ഇതാണ്. It is a time required for the energy to drop to e minus 1 of its initial value. Okay, അതായത് അതിന്റെ ഐഡിയ ഇതാണ്, at a time t equal to tau എന്നുള്ള സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ the energy drops to e raised to minus 1 times its initial value. Okay, അതായത് we define E of tau is equal to E0 e raised to minus gamma tau. Okay, t എന്നുള്ളതിനകം tau എന്നിട്ട് എടുത്തു. And what's the definition of tau? It's defined in such a way that it's a time taken such that the energy drops to e raised to minus 1 E0. Okay, energy drops to e raised to minus 1 times E0. Right? E raised to minus 1 എന്ന് പറയുന്നത് 0.368 ആണ്. Okay, so this number, if you take the inverse of it, it is 0.368. 0.368 E0 ആയുള്ള സമയമാണ്. Okay, so from here, by comparing this, we can find the relation between gamma and tau, because we need E0 e raised to minus gamma tau is equal to E inverse E0. Okay, so this means that ഇത് satisfied ആണെങ്കിൽ gamma tau must be equal to 1. Okay, or gamma is equal to 1 by tau, or tau is equal to 1 by gamma. So we can write the relation between tau and gamma like this. ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഇത് കൊടുത്തിട്ടുണ്ട്. Right? This is E0, the initial energy, and as time increases, this initial energy drops exponentially. As time increases, it drops to lower and lower values. അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് 0.368 times E0 ആകുന്നൊരു സമയമുണ്ട്. ആ സമയത്തിനാണ് നമ്മൾ tau എന്ന് പറയുന്നത്. Right? ആ സമയത്തെയാണ് tau എന്ന് പറയുന്നത്. Okay. So we get tau is equal to 1 divided by gamma. Right? ഇനി if you remember, ഈ ഗാമ എന്നുള്ള ഫാക്ടർ നമ്മൾ ആദ്യം എഴുതിയത് m divided by b divided by m ആയിരുന്നു. If you remember it, in the beginning we assigned gamma for b divided by m. Right? 1 by gamma എന്ന് പറയുന്നത് m divided by b. So tau is equal to m divided by b. Tau is often called the damping time, or alternatively the time constant or characteristic time of the system. Okay, ഇതിനെയാണ്
ടൈം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ടൈം ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യൽ എനർജിയിൽ നിന്ന് -1 ടൈംസ് ഇനീഷ്യൽ എനർജിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം. ഇതിനെയാണ് ക്യാരക്ടറിസ്റ്റിക് ടൈം അല്ലെ ഡാമ്പിംഗ് ടൈം എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, ഇൻ ദ ലിമിറ്റ് ഓഫ് ലൈറ്റ് ഡാമ്പിംഗ് ആണെങ്കിൽ, if you make damping lighter and lighter, that means that gamma, you are putting gamma tends to 0. ഞാൻ പറഞ്ഞു ഗാമയാണ് എത്രത്തോളം ഡാമ്പ് ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത്. So when gamma tends to 0, we get tau tends to infinity. അതായത് ഡാമ്പിംഗ് ഇല്ലാത്ത ലിമിറ്റിലേക്ക് പോകുമ്പോൾ the characteristic time becomes infinity. അതായത് it takes infinite time for the system to come down to 0.368 times the initial energy. അല്ലെ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫ്രിക്ഷൻ ഒന്നും ഇല്ലാത്ത ഐഡിയൽ കേസ് ആണെങ്കിൽ we can say that tau is infinity. If it's an ideal case, then tau is infinite. In that case, E, the total energy, is effectively constant and the system behaves like an undamped oscillator. Alright? ഇത് വീണ്ടും ഒരു ഐഡിയലൈസ്ഡ് കേസാണ്. There are no such systems in nature. Right? നമ്മളൊരു പെൻഡുലം ഓസിലേറ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ after some time the oscillations die down. Okay, and the oscillations stop. Because this friction and this viscosity of the air, everything, these things exist. Okay, we cannot completely remove them. അപ്പോൾ ഇത് tau infinity എന്നുള്ളത് അല്ലെങ്കിൽ ഗാമ ഈക്വൽ ടു 0 എന്നുള്ളത് ഒരു ഐഡിയൽ കേസാണ്. ഇറ്റ് ഡസ് നോട്ട് റിയലി എക്സിസ്റ്റ് ഇൻ നേച്ചർ. Let's now go to the definition of the Q factor or quality factor. Okay, the degree of damping of an oscillator is often specified by a dimensionless parameter capital Q, the quality factor. Quality factor എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? എത്രത്തോളം ഡാമ്പിംഗ് ഉണ്ടെന്നുള്ളതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു കാര്യം. Okay, this is the energy stored in the oscillator. Okay, so I have written it here. Q is the energy stored in the oscillator divided by the energy dissipated per 1 radian or per radian. Okay, energy dissipated per radian. Energy dissipated per radian എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റേഡിയൻ. ഓക്കെ, ഒരു റേഡിയൻ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഓസിലേഷൻ ഒരു റേഡിയൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അത്ര സമയം കൊണ്ട് എത്ര എനർജി ഡിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒരു റേഡിയൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് എത്ര എനർജി ഡിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതിനെയാണ് എനർജി ഡിസിപ്പേറ്റഡ് പെർ റേഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം പീരിയഡ്, യു നോ ദാറ്റ് ടി ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ω1. ഇതിനാണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത്. വി നോ ദിസ് റിലേഷൻ, പീരിയഡ് ടി ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ω1. ഓക്കെ, അപ്പോൾ ഈ സമയം കൊണ്ട് എത്ര റേഡിയൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് കംപ്ലീറ്റ്സ് 2π റേഡിയൻസ്. റൈറ്റ്, അതായത് ക്യാപിറ്റൽ ടി എന്നുള്ള സമയം കൊണ്ട് ഇറ്റ് കംപ്ലീറ്റ്സ് 2π റേഡിയൻസ്. അപ്പോൾ ഒരു റേഡിയൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഇത് 2π റേഡിയൻസ് കംപ്ലീറ്റ് എടുക്കാനുള്ള സമയമാണ്. ദാറ്റ്സ് 1 കംപ്ലീറ്റ് സൈക്കിൾ, 1 ഫുൾ സൈക്കിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2π റേഡിയൻസ്, ഒരു റേഡിയൻസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ബൈ 2π. This is the time taken for completing 2π radians. So what's the time taken for 1 radian? You just divide this by 2π. So this is equal to 1 by ω1. Okay, so the period t is equal to 2π divided by ω1. In this period, the system oscillates through 2π radians. That was the definition for the period. Okay, thus the time to oscillate through 1 radian can be written as t divided by 2π is equal to 1 by ω1. Right, അതായത് ഒരു റേഡിയൻ ഓസിലേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, ഓക്കെ, അതിനെ നമുക്ക് 1 by ω1 എന്ന് എഴുതാം. Now let's do this for the lightly damped case. ലൈറ്റ്ലി ഡാംപ്ഡ് എന്താണ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ Q factor നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, so in order to calculate the Q factor for a lightly damped oscillator, let's first calculate the rate of change of energy. നമുക്ക് അതേ rate of change of energy കാൽക്കുലേറ്റ് ചെയ്യാം. For that we start with this expression E of t is equal to E0 e raised to minus gamma t. Okay, ഇനി ഇതിന്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ dE by dt, that gives you the rate of change of energy. Okay, dE by dt is equal to minus gamma E0 e raised to minus gamma t. Just take the time derivative. Okay, പക്ഷേ E0 e raised to minus gamma t is simply the expression for E itself. So you see that dE by dt is equal to minus gamma E. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. dE by dt is equal to minus gamma E. Okay, now you can ask the question. So this you can think of as the rate of change of energy or the change in energy per second. That's the rate of change of energy. Change in energy per second. That's minus gamma E. Okay, now from this you can calculate the energy dissipated in a short time delta t. ഒരു ചെറിയ സമയം delta t എന്നുള്ള ചെറിയ സമയം ഇത് ഒരു സെക്കൻഡിലാണ്. Alright, change in energy in 1 second. So what's the energy dissipated in a short time delta t? അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് because you're talking about how much energy is lost
എത്ര amount of energy നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ്സ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ മോഡുലസ് എടുക്കുക. മോഡുലസ് ഓഫ് ഡി ഇ ബൈ ഡി ടി, അതായത് പോസിറ്റീവ് ക്വാണ്ടിറ്റി multiplied by delta t. So it's the rate of what do you say? This is the change in energy per second. You multiply it by the time, so you'll get the energy lost in a time delta t. Right? അപ്പോൾ നമുക്ക് ഗാമ ഇ ഡെൽറ്റ ടി എന്ന് എഴുതാം. കാരണം മോഡുലസ് ഓഫ് ഡി ഇ ബൈ ഡി ടി ഇസ് ഗാമ മൾട്ടിപ്ലൈഡ് ബൈ ഇ. റൈറ്റ്? ഇനി മൈനസ് സൈൻ എന്തുകൊണ്ടാണ് ഇവിടെ മോഡുലസ് എടുക്കുന്നതെന്ന് കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാണെങ്കിൽ ലെറ്റ്സ് തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, അതായത് ഇനീഷ്യലി ഒരു എനർജി ഇ ഐ ഉണ്ടായിരുന്നു. സപ്പോസ് ഇറ്റ് ഹാഡ് എൻ എനർജി ഇ ഐ. റൈറ്റ്? ഫൈനൽ എനർജി എന്ന് പറയുന്നത് സം എനർജി ഡിസിപ്പേറ്റഡ് ഇ ഐ മൈനസ് എക്സ്. എക്സ് എന്നുള്ള എനർജിയാണ് ഡിസിപ്പേറ്റ് ചെയ്തെന്ന് വരുന്നത്. Alright, അങ്ങനെയാണ് what's the change in energy? The change in energy is actually EF minus EI, final energy minus initial energy. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, EI minus X ഇതാണ് final energy, minus EI. This is equal to minus X. Okay, the change in energy എന്ന് പറയുന്നത് minus X ആണ്. പക്ഷെ എത്ര എനർജിയാണ് നഷ്ടപ്പെട്ടത്? X. Alright, എത്ര എനർജിയാണ് നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ it is X. Alright, അതുകൊണ്ടാണ് നമ്മളിവിടെ മോഡുലസ് എടുക്കുന്നത്. We need the energy lost. So this gives you the rate of change of energy. Alright. So ഇവിടെ നമുക്ക് കിട്ടുന്ന change in energy ആണ്. EF minus EI is the change in energy. But change in energy negative or positive depending on whether energy is increasing or decreasing. Okay. But you can ask the other question, how much energy is actually lost or gained? That's a positive quantity. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മോഡുലസ് എടുക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ എനർജി പെർ സെക്കൻഡ് ഒരു സെക്കൻഡിലാണ്. അപ്പോൾ ഡെൽറ്റ ടി എന്നുള്ള സമയം കൊണ്ട് എത്ര മാറി എന്ന് ചോദിക്കുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ടു ഡെൽറ്റ ടി. ദാറ്റ്സ് ഓൾ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എഴുതുന്നത് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു മോഡുലസ് ഡി ഇ ബൈ ഡി ടി, അതായത് എനർജി ലോസ്റ്റ് പെർ സെക്കൻഡ്. ദിസ് ഇസ് ദ എനർജി ലോസ്റ്റ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ നഷ്ടപ്പെട്ട എനർജിയാണ് മോഡുലസ് ഡി ഇ ബൈ ഡി ടി. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി എന്നുള്ള സമയം കൊണ്ട് എത്ര എനർജി നഷ്ടപ്പെടും? ഡി മോഡുലസ് ഡി ഇ ബൈ ഡി ടി മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ ടി. ദാറ്റ്സ് വൈ വി ഹാവ് ഗോട്ട് ഡെൽറ്റ ഇ. Right? The energy dissipated in a short time delta t is given by gamma e delta t. I hope this is clear. ഇവിടെ നമ്മൾ ഇത്ര ചെയ്തിട്ടുള്ളൂ. We found the rate of change of energy. The rate of change of energy is the change in energy per second. Okay, അങ്ങനെയാണെങ്കിൽ what's the energy lost per second? This is the change in energy per second. That means that the energy lost per second is modulus dE by dt. Okay, this is the change in energy. This is the energy lost per second. This is the change in energy per second. This is the energy lost per second. Alright, അങ്ങനെയാണെങ്കിൽ delta t എന്നുള്ള സമയം കൊണ്ട് എത്ര എനർജി നഷ്ടപ്പെടും? It's the energy lost per second multiplied by delta t. Okay, that's why we have it as gamma e delta t. Okay, നമുക്ക് Q factor കണ്ടുപിടിക്കണമെങ്കിൽ it's energy divided by energy lost in 1 radian. അതായത് 1 റേഡിയൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് നഷ്ടപ്പെട്ട എനർജി കൊണ്ട് അതിന്റെ എനർജിയെ ഡിവൈഡ് ചെയ്യണം. ദിസ് വിൽ ഗിവ് യു ദ ക്വാളിറ്റി ഫാക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് വി ഗോട്ട് ദ എനർജി ലോസ്റ്റ് ഇൻ ടൈം ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്നുള്ള സമയം കൊണ്ട് നഷ്ടപ്പെട്ട എനർജി കിട്ടി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒരു റേഡിയനിൽ നഷ്ടപ്പെട്ട എനർജിയാണ്. ഒരു റേഡിയൻ സൈക്കിളിൽ നഷ്ടപ്പെട്ട എനർജിയാണ്. അപ്പോൾ ഒരു റേഡിയൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1/ω1 ആണ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിരുന്നു. So one radian of oscillation requires a time delta t is equal to 1/ω1. Alright, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനർജി ഡിസിപ്പേറ്റഡ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ ഇ is equal to ഗാമ ഇ. അതായത് എനർജി ഡിസിപ്പേറ്റഡ് ഇൻ 1 റേഡിയൻ. ഒരു റേഡിയൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നഷ്ടപ്പെട്ട എനർജി എന്നുള്ളത് ഒരു റേഡിയൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഒരു റേഡിയൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1/ω1 ആണ്. സോ ഡെൽറ്റ ഇ is equal to ഗാമ ഇ 1/ω1. Or simply you can write as gamma e divided by ω1. Right? ഇനി നമുക്ക് Q factor കണ്ടുപിടിക്കാം. By definition, Q factor is like this: energy divided by energy lost by the time it completes 1 radian. Right? അതാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. So this is equal to E divided by gamma e divided by ω1. This E and E goes. So this is ω1 divided by gamma. ഇനി നമ്മൾ ഒരു approximation എടുത്തിരുന്നു. ω1 is almost equal to ω0 because we are talking about the lightly damped case. Okay, so in this case we can say that the Q factor is ω0 divided by gamma. Okay, ഇത് lightly damped കേസിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, lightly damped കേസിലാണെങ്കിൽ Q is much greater than 1. ഇത് because if ω0 is huge and gamma is less small, then that means that the damping is very light. നമ്മൾ മുൻപ് കണ്ടതാണ്. So a lightly damped oscillator has Q much greater than 1. Lightly damped ആണെങ്കിൽ Q is much greater than 1. Heavily damped ആണെങ്കിൽ Q is low. Heavily damped system ആണെങ്കിൽ we say that the Q factor is actually low. Alright. നമ്മളിപ്പോൾ ഒരു tuning fork എടുക്കുകയാണെങ്കിൽ tuning fork has a Q of 1000 or so.
tuning fork in the quality factor it's around 1000. Okay, in your superconducting microwave cavity എടുക്കുകയാണെങ്കിൽ it is in excess of 10 raised to 7. All right, this means that the oscillations are sustained for a longer period of time. Okay, in a completely undamped oscillator ആണെങ്കിൽ it will have an infinite Q കാരണം the energy lost is 0. Right, so we say that the quality factor or Q factor is infinite. Okay, so we'll stop with that. In the next class we'll look at 2 examples where we calculate the Q factor for different systems. Okay, thank you.